ഹലോ ഫ്രണ്ട്സ്, 10th പ്രിലിംസ് ചോദിച്ച ഒരു മാത്സ് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്ററും പരപ്പളവ് 354 സെൻറ്റിമീറ്റർ സ്ക്വയറുമായാൽ വശങ്ങളുടെ തുക എത്ര? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നമുക്ക് എടുത്തെഴുതാം. ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റളവ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നു. അതുപോലെ പരപ്പളവ് ഈക്വൽ ടു 384 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യമാണ് എഴുതാൻ പോകുന്നത്. ചുറ്റളവ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. എൽ എന്ന് പറയുന്നത് ലെങ്ത്ത്, ബി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത്, അതായത് നീളം, വീതി. അതാണ് 80 നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാം. 2 ഇൻറ്റു എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ അടുത്തത് എൽ പ്ലസ് ബി മാത്രമായിട്ട് നമ്മൾ എഴുതുമ്പോൾ ആ 2വിനെ നമ്മൾ ഈക്വൽ സൈൻ്റെ അടുത്ത സൈഡിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്താവും? ഇവിടെ ഗുണിച്ചിരിക്കുന്നത് അവിടെ ഡിവൈഡായി മാറും. അപ്പോൾ എൽ പ്ലസ് ബി എന്ന് പറയുന്നത് 14 ആൻസർ കിട്ടും. ഈ 40 എൽ പ്ലസ് ബി എന്ന് പറയുന്നത് വശങ്ങളുടെ തുകയാണല്ലോ, അത് തന്നെയല്ലേ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതും. അപ്പോൾ എൽ പ്ലസ് ബി ഈക്വൽ ടു 40 എന്ന് പറയുന്നത് എന്താണ്? വശങ്ങളുടെ തുകയാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ.